പ്യാരെ ബച്ചോ ആദാബ്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. സബ്കോ ഖൈർ മഖ്ദം കർത്താ ഹൂം. ബച്ചോ, ക്യാ മൈ ആപ്സെ ഏക് സവാൽ പൂछूं? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ആപ് ജവാബ് देंगे? ഉത്തരം പറയാമോ? ठीक है, आसान सा सवाल है, सिंपल क्वेश्चन. ठीक है, सुनिए. मेरा सवाल है, आपका नाम क्या है? मेरा सवाल, ചോദ്യം കേട്ടോളൂ. आपका नाम क्या है? എല്ലാവരും ഉത്തരം പറഞ്ഞേ. आपका नाम എന്താകുന്നു? आपका नाम क्या है? എങ്ങനെ ഉത്തരം പറയാ? ജി, എന്റെ പേര് രാജു ഹെ, എന്റെ പേര് റഹീം ഹെ, എന്റെ പേര് ജോസഫ് ഹെ. ഇങ്ങനെ പോലെ മേരാ നാം രാജു ഹെ, മേരാ നാം റഹീം ഹെ, മേരാ നാം ജോസഫ് ഹെ. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരാള് ആപ്കാ നാം ക്യാ ഹെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയാ? മേരാ നാം, പിന്നെ എന്താണോ നിങ്ങളുടെ പേര്, ഹേ, അത് പറയും അല്ലെ. മേരാ നാം, ഉദാഹരണം ഞാൻ പറഞ്ഞു, മേരാ നാം രാജു ഹേ അല്ലെങ്കിൽ മേരാ നാം റഹീം ഹേ. ठीक है, मैं एक और सवाल पूछता हूं. ഒരു ചോദ്യം കൂടി ചോദിക്കാം. आप कैसे हैं? आप कैसे हैं? രണ്ടാമത്തെ ചോദ്യമാണ്. आप कैसे हैं? നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ? നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയാൽ ചോദിക്കുന്നതാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. आप कैसे हैं? എന്താ നമ്മൾ ഉത്തരം പറയാ? मैं സുഖമായിരിക്കുന്നു. मैं ठीक हूं, मैं ठीक हूं. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും आप कैसे हैं എന്ന് ചോദിച്ചാൽ ജവാബ് मैं ठीक हूं. ശരി, एक और सवाल. आपका घर कहां है? आपका घर कहां है? നിങ്ങളുടെ വീട് कहां है? आपका घर എവിടെ है? आपका घर कहां है? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? ജവാബ് ക്യാ ഹെ? എന്താ ഉത്തരം? ജി, എന്റെ ഘർ മലപ്പുറം മേ ഹെ, മേരാ ഘർ പാലക്കാട് മേ ഹെ, മേരാ ഘർ പാലക്കാട് മേ ഹെ, മേരാ ഘർ തിരുവനന്തപുരം മേ ഹെ. അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആപ്കാ ഘർ കഹാ ഹെ? അതാണ് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു? എല്ലാവരും ഉത്തരം പറയൂ. മേരാ ഘർ, എവിടെയാ നിങ്ങളുടെ സ്ഥലം, അത് പറയാ. അപ്പൊ എന്റെ വീട് മലപ്പുറത്താണെങ്കിൽ ഞാൻ മലപ്പുറം മേ ഹേ, മലപ്പുറത്തിൽ ആണ് അല്ലെങ്കിൽ മലപ്പുറത്താണ് എന്ന് പറയും. ठीक है. അപ്പോ ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ലേ? പറ്റും. ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും അങ്ങനെ ചോദിക്കണം തോന്നിയാലോ? നിങ്ങളുടെ കൂട്ടുകാരോട് ആപ്കാ ഘർ കഹാ ഹെ അല്ലെങ്കിൽ തുമ്ഹാരാ ഘർ കഹാ ഹെ, അപ്പോ അവർ ഉത്തരം പറയും. മേരാ ഘർ മലപ്പുറം മേ ഹെ, മേരാ ഘർ കാലിക്കറ്റ് മേ ഹെ, മേരാ ഘർ തിരുവനന്തപുരം മേ ഹെ, വഗേറ വഗേറ. അപ്പൊ അങ്ങനെയൊക്കെ ഉത്തരം പറയാം അല്ലെ. ठीक है. ഇനി അടുത്ത ചോദ്യം ഒന്ന് കേൾക്കൂ. ആപ് കോൻ ഹെ? നിങ്ങൾ കോൻ ഹെ? ചിലപ്പോ നിങ്ങളോട് എന്തെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ആപ് കോൻ ഹെ, ആപ് കോൻ ഹെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശങ്കിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ജി, अपना नाम बताएंगे, നിങ്ങളുടെ പേരങ്ങോട്ട് പറഞ്ഞാൽ മതി. मैं റാണി ഹൂം അല്ലെങ്കിൽ मैं മുംതാസ് ഹൂം, मैं റാഫേൽ ഹൂം. എന്താ പറയാ? ഞാൻ ഇന്ന ആളാണെന്ന് പറയും അല്ലെ. मैं റഹീം ഹൂം. എന്താണോ നിങ്ങളുടെ പേര് അത് പറയും. ആപ് കോൻ ഹേ എന്ന് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? मैं നിങ്ങളുടെ പേര് പറയും അല്ലെ. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പേര് ചോദിച്ചാൽ എന്ത് പറയും? मैं രാജു ഹൂം, मैं റാണി ഹൂം. ഈ രൂപത്തില് പറയും അല്ലെ. ശരി, അപ്പോ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഇങ്ങനെ ആരോടെങ്കിലും ചോദിക്കാനും പറ്റില്ലേ? പറ്റും. നിങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയും ചെയ്യാം. ഇനി ഒരു ചോദ്യം കൂടെ കേട്ടോളൂ. ആപ്കെ ഘർ മേ കോൻ കോൻ ഹൈ? ആപ്കെ ഘർ മേ കോൻ കോൻ ഹൈ? നിങ്ങളുടെ ഘർ മേ കോൻ കോൻ ഹൈ? ആപ്കെ ഘർ മേ ആരെല്ലാം ഹൈ? എന്തായിരിക്കും ഉത്തരം? ആപ്കെ ഘർ മേ കോൻ കോൻ ഹെ? ക്യാ ജവാബ് देंगे? എന്റെ ഘർ മേ അബ്ബ, അമ്മി, ദാദാ, ദാദി ഹൈ.
അപ്പൊ എന്ത് പറയും? മേരെ ഘർ മേ അബ്ബാ അമ്മി ദാദാ ദാദി ഹൈ. മേരെ ഘർ മേ അബ്ബാ അമ്മി ദാദാ ഔർ ദാദി ഹൈ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെങ്കിൽ അത് പറയും. അബ്ബാ അമ്മി ഭായി ബഹൻ അങ്ങനെയാണെങ്കിൽ അത് പറയും. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ആപ്കെ ഘർ മേ കോൻ കോൻ ഹൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹാ മേരെ ഘർ മേ അബ്ബാ ഹൈ അമ്മി ഹൈ ഭായി ഹൈ ഔർ ബഹൻ ഹൈ. അല്ലെങ്കിൽ മേരെ ഘർ മേ അബ്ബാ ഹൈ അമ്മി ഹൈ ദാദാ ഹൈ ദാദി ഹൈ ബഹൻ ഹൈ. എങ്ങനെയാണ് ആരൊക്കെയാണുള്ളത് അവരുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഠീക് ഹൈ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അതും ചെയ്യാം അല്ലെ? ശരി. ഇനി ഞാനിപ്പോ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാനൊന്ന് ചാർട്ട് ചെയ്ത് ഇവിടെ കാണിക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അത് ആപ്കാ നാം ക്യാ ഹൈ, ആപ് കൈസേ ഹൈ, ആപ്കാ ഘർ കഹാ ഹൈ, ആപ് കോൻ ഹൈ, ആപ്കെ ഘർ മേ കോൻ കോൻ ഹൈ. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചോദിച്ചു അല്ലെ? ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു. നിങ്ങൾ ഈ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ ഞാൻ കുറെ വാക്കുകൾ നീല നിറത്തിലും കുറച്ച് വാക്കുകൾ ചുവപ്പ് നിറത്തിലും കൊടുത്തിട്ടുണ്ട് അല്ലെ? കണ്ടോ? ഏതൊക്കെയാണ് വാക്കുകൾ എന്ന് പറയാൻ പറ്റുമോ? ചുവപ്പ് നിറത്തിൽ കൊടുത്ത വാക്കുകള് ക്യാ, കൈസേ, കഹാ, കോൻ, കോൻ കോൻ. ठीक है. ये सब क्या है? ഇതൊക്കെ എന്താണ്? ये सब ചോദ്യ പദങ്ങൾ, ഇസ്തിഫാമിയ അൽഫാസ് है. ये हम सवाल पूछने के लिए इस्तेमाल किया है അല്ലെ? ചോദ്യം ചോദിക്കാൻ വേണ്ടിയല്ലേ ഈ പദങ്ങൾ നമ്മൾ ഉപയോഗിച്ച്. ठीक है. अब ये चार्ट देखिए, इसमें और भी अल्फाज दिए हैं सवाल पूछने के लिए. ഒന്ന് നോക്കൂ, ചാർട്ട് ഒന്ന് നോക്കൂ. ഇതിൽ ഏതൊക്കെ ചോദ്യപദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഇതുപോലെ നമ്മൾ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന കുറെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ക്യാ, കോൻ, കബ്, കിത്ന, കൈസേ, ക്യോं, ക്യാ ക്യാ, കഹാ, കോൻ കോൻ. ഇങ്ങനെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒന്നും കൂടെ പറയൂ. ക്യാ, കോൻ, കബ്, കിത്ന, കൈസേ, ക്യോं, ക്യാ ക്യാ, കഹാ, കോൻ കോൻ. മനസ്സിലായല്ലോ? ഓരോന്നും എന്താണ് അതിന്റെ ഏത് ചോദ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്നും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, കോൻ ആര്, കബ് എപ്പോൾ, കിത്ന എത്ര, കൈസേ എങ്ങനെ, ക്യൂ എന്തുകൊണ്ട്, ക്യാ ക്യാ എന്തെല്ലാം, കഹാ എവിടെ, കോൻ കോൻ ആരെല്ലാം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് കുറെ ചോദ്യപദങ്ങള് പരിചയപ്പെട്ടു. അപ്പൊ आप ये सवाल देखिए, ഈ ചോദ്യം ശ്രദ്ധിക്കുക. ये सबक गौर से पढ़ें और चंद सवालात तैयार करें. ചോദ്യപദങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പാഠഭാഗം നന്നായിട്ട് വായിച്ച ശേഷം ഇതിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അല്ലെ? ചോദ്യപദങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ പാഠഭാഗം ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ നിന്ന് ഉത്തരം കിട്ടുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എവിടെ നിന്ന് കിട്ടണം? നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കിട്ടണം. ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ആരാണ് ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിയവരൊന്ന് കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ടീച്ചർക്ക് ഉണ്ടാക്കിയ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യാം. ठीक है. അപ്പോൾ ഈ പാഠത്തിൽ നിന്നുള്ള എല്ലാ ആക്ടിവിറ്റികളും നിങ്ങൾ ഇതുവരെ ചെയ്ത് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർക്കിനെ കുറിച്ചുള്ള പദസൂര്യൻ, പാർക്ക് മുതാലിക അൽഫാസ് ലിഖെ और उससे जुमले तैयार किए. പാർക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതി വാചകങ്ങളും ഉണ്ടാക്കി അല്ലെ? വിനോദസഞ്ചാര സ്ഥലങ്ങളുടെ പേരുകൾ എഴുതി और पसंदीदा तफरीही मकाम के बारे में नोट भी तैयार किए. आज आप സബക് പഠിക്കർ സവാലാ തയ്യാർ കരേംഗെ. അപ്പൊ ഈ ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ ആക്ടിവിറ്റികളും ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അവ അയച്ചു കൊടുക്കുക. ഇതോടുകൂടെ इसके साथ पहला मॉड्यूल खत्म हो चुका है. अगले क्लास में हम फिर मिलेंगे. शुक्रिया. खुदा हाफिज.